السلام عليكم ورحمة الله وبركاته. ഹദീസ് ക്ലാസ് 1201. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, അല്ലാഹു തആല അവന്റെ അടിമയെ കൊണ്ട് വല്ല നന്മയും അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ, ദുനിയാവിൽ തന്നെ അവൻ ചെയ്തതിനുള്ള ശിക്ഷ അല്ലാഹു ലഭിപ്പിച്ചു കൊടുക്കും, ദുനിയാവിൽ തന്നെ കൊടുക്കും. ആഖിറത്തെ ശിക്ഷയേക്കാൾ നിസാരമാണുള്ള ദുനിയാവിലെ ശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു ഒരു അടിമയിൽ വല്ല നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തു പോയ പാപങ്ങൾക്കുള്ള ശിക്ഷ അള്ളാഹു ദുനിയാവിൽ തന്നെ കൊടുക്കും. അത് സമ്പത്തിലാവാം, ശരീരത്തിലാവാം, കുടുംബത്തിലാവാം. അപ്പൊ സാമ്പത്തികമായി പ്രയാസം തന്നുകൊണ്ട്, ശരീരത്തിന് എന്തെങ്കിലും അസുഖം തന്നുകൊണ്ടോ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾക്ക് അസുഖങ്ങൾ തന്നുകൊണ്ടോ മുസീബത്തുകൾ ഇറക്കി പല നിലക്കുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിച്ചേക്കാം. വൈദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, അള്ളാഹു ഒരടിമയെ കൊണ്ട് ശർറാണ് ഉദ്ദേശിച്ചതെങ്കിൽ, അംസക അൻഹു ബിദംബിഹി, അവൻ ചെയ്തു പോയ തെറ്റിനുള്ള ശിക്ഷ അള്ളാഹു അവനെ തൊട്ട് പിടിച്ചു വെക്കും. ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല അതിനെ പൂർത്തീകരിച്ചു കൊടുക്കും. ജഹന്നമാവുന്ന നരകത്തിലിട്ട് അള്ളാഹുവിനെ ശിക്ഷിക്കും. അപ്പോ ദുനിയാവിൽ പ്രയാസങ്ങൾ വരുമ്പോ നാം ക്ഷമിക്കണം. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ വന്നേക്കാം. അതൊക്കെ നാം ചെയ്തു പോയ തെറ്റിയുള്ള ശിക്ഷ അള്ളാഹു ദുനിയാവിൽ നിന്ന് തന്ന് ആഖിറം രക്ഷപ്പെടുത്താനാവാം. അപ്പൊ നമ്മൾ ആവലാതിയും വേവലാതിയും പെടാതെ ക്ഷമിച്ച് റബ്ബ് തരുന്ന പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങണം. അങ്ങനെയാവുമ്പോ ആഖിറത്തിൽ അള്ളാഹു നമുക്ക് വലിയ സന്തോഷം തരും. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു തആല, മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കും. അപ്പൊ അതിനുള്ള ശിക്ഷ അള്ളാഹു തആല പല വിധത്തിലായിട്ട് ദുനിയാവിൽ നിന്ന് തന്ന് പരിശുദ്ധമാക്കി അള്ളാഹു ഒന്ന് കൊണ്ടുപോകും. അതല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ അള്ളാഹു അത് ഇവിടെ അവർക്ക് നല്ല സൗഖ്യമായിരിക്കും, വലിയ ഹാപ്പി ആയിരിക്കും. ഹാപ്പി ഉള്ളതൊക്കെ ആഖിറത്തിൽ വിഷമമായെന്നൊന്നും അതിനർത്ഥമല്ല. ഇവിടുന്ന് ചിലപ്പോൾ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത ആളുകൾക്കുള്ള ശിക്ഷ ആഖിറത്തേക്ക് മാറ്റിവെച്ച് അവിടെ വെച്ച് നൽകും. അല്ലാഹു നാം ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്തു വന്ന് ആഖിറത്തിൽ വലിയ സന്തോഷം ലഭിക്കുന്നതിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.